ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്यांസ്ത ഹസ്തചരണശ്രവണത്വഗാധീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവർക്കും നമസ്കാരം. കുറച്ചൊക്കെ പ്രഭാഷണം പറയാറുണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓൺലൈനിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതിനൊരു അവസരം ഇപ്പോഴാണ് ഉണ്ടാവണത്. അപ്പൊ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്, ഇതൊരു ക്ലാസ് എന്ന രൂപത്തിലുള്ള ഒന്നല്ല. അതുകൊണ്ട് പേപ്പർ, ബുക്ക് എന്നിവ മുമ്പിൽ വെച്ച് എഴുതാൻ തയ്യാറായിട്ടിരിക്കുന്നവർ ദയവേത് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇതൊരു ക്ലാസ് അല്ല. ഇത് ഇവിടുത്തെ വിഷയം തന്നെ നിർവാണ ഷട്കം എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഒരു വേദാന്ത കൃതിയാണ്. ആത്മവിദ്യയാണ് ഇവിടെ വിഷയം, ഹൃദയവിദ്യയാണ് ഇവിടെ വിഷയം. ആത്മവിചാരമാണ് പറയാൻ ശ്രമിക്കണത്. സാധാരണ പ്രഭാഷണം പറയുമ്പോൾ മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ റെസ്പോൺസ് ഒക്കെ അനുസരിച്ച് പറയാൻ സാധിക്കും. ഇവിടെ ഞാനിരുന്ന് പറയണു, നിങ്ങൾ ആരൊക്കെയാണ് ഒന്നും അറിയില്ല. എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പൊ ഒരു കാര്യം വീണ്ടും പറയാം, ഇതിന് മനസ്സിലായോ മനസ്സിലായില്ലയോ എന്നൊന്നും ആലോചിച്ച് ബോധേടിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആത്മവിദ്യ എന്ന് പറയണത് തന്നെ മനസ്സിലാവേണ്ട വസ്തു അല്ല, മനസ്സിലാവേണ്ട വിദ്യയുമല്ല, ഹൃദയത്തിലാവേണ്ട വിദ്യയാണത്. നോക്കൂ, മനസ്സിലായതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മറന്നുപോകും. പക്ഷെ ഹൃദയത്തിലായത് ഒരിക്കലും മറക്കില്ല. അപ്പോ ഈ പറയുന്ന കാര്യങ്ങള് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. സത്സംഗലാഭം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലാഭം, ഏറ്റവും വലിയ സമ്പത്താണ് സത്സംഗം എന്ന് പറയുന്നത്. എന്തിനേറെ പറയണു, ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് തന്നെ വളരെ ദുർലഭമാണ്. ശങ്കരാചാര്യർ പറയും, ജന്തുനാം നരജന്മ ദുർലഭം. അതായത് ജന്തുക്കളിൽ വെച്ച്, അതായത് ജീവികളിൽ വെച്ചിട്ട് നരജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ ദുർലഭമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെയുള്ള ഒരു ആളെ അല്ല ഇവിടെ മനുഷ്യൻ എന്ന് ശങ്കരാചാര്യർ, അല്ലെങ്കിൽ നരൻ എന്ന ശബ്ദം കൊണ്ട് ശങ്കരാചാര്യർ സൂചിപ്പിക്കുന്നത്. മറിച്ച് ആരുടെ ഉള്ളിലാണോ വിവേകമുള്ളത് അയാളാണ് മനുഷ്യൻ. അല്ലാത്തവരൊക്കെ മൃഗത്തിന് തുല്യമാണ്. അപ്പോ മനുഷ്യ ശരീരം കിട്ടി, ആ മനുഷ്യ ശരീരത്തില് വിവേകം എന്നുള്ള ശക്തിയും കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിലും ദുർലഭമാണ്. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ളത് എന്ന് വേർതിരിച്ച് അറിയാൻ സാധിക്കുന്ന ഇതാണ് വിവേകം. നിത്യാനിത്യ വസ്തു വിവേക എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് സത്യമായിട്ടുള്ളത്, എന്താണ് അസത്യമായിട്ടുള്ളത് എന്നറിയാൻ സാധിക്കണ ആ കഴിവ്, ആ വിവേകം എന്ന് പറയുന്നത് അതിലും ദുർലഭമാണ്. അതിലും ദുർലഭമായിട്ടുള്ള കാര്യമാണ് സത്സംഗം ലഭിക്കുക എന്ന് പറയുന്നത്. നോക്കൂ, ഈ ആത്മവിദ്യ അല്ലെങ്കിൽ ഈ വേദാന്ത വിദ്യയെ കേൾക്കാൻ തന്നെ പലർക്കും കിട്ടണില്ല എന്നാ പറയണത്. ശ്രുത്വായാപി ബഹുഭിർ യോന ലഭ്യോ എന്ന് പറയും. ഇത്തരം ഈശ്വര കാര്യങ്ങള്, ഭഗവത് വിഷയങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ വിരളാണ്. അതിലും വിരളാണ് ഈ കേട്ടതിനെ അതേപോലെ തന്നെ ഉൾക്കൊള്ളുക, ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിലും
ദുർലഭമായിട്ടുള്ള കാര്യമാണ്. ഗീതയിൽ ഭഗവാൻ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. അതായത് ആയിരക്കണക്കിന് മനുഷ്യരിൽ, അന്നത്തെ കാലത്ത് ഭഗവാൻ പറഞ്ഞ കേട്ടോ, ആയിരക്കണക്കിന്, ഇപ്പൊ ചിലപ്പോൾ കോടിക്കണക്കിന് മനുഷ്യരിലൊക്കെ ആയിരിക്കും. അത്രയും മനുഷ്യരുടെ ഇടയിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരാൾക്കൊക്കെ സാധിക്കണ കാര്യമാണ് ഇതിലേക്കൊരു താല്പര്യം വരിക എന്ന് പറയുന്നത്. നോക്കൂ, അത് അത്തരം താല്പര്യം വരിക എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ കൃപ കൊണ്ടാണ്. ആത്മാ നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുകയുള്ളൂ. വേദത്തിൽ പറയും, യമേ വൈഷ വൃണുദയ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുദയ തനൂം സ്വാം. അതായത് ആത്മാവാരെയാണോ ചൂസ് ചെയ്തിട്ടുള്ളത് അവർക്ക് ആത്മാ തന്നെ തന്നെ സ്വയം പ്രകാശിപ്പിച്ചു കൊടുക്കും, തന്നെ തന്നെ കാണിച്ചു കൊടുക്കും. ആത്മാ തന്നെ തന്നെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, നമുക്ക് അതിനുള്ള അർഹതയുണ്ടോ, നമുക്ക് കൃപയുള്ളവരാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളൂ, പരിപൂർണമായ കൃപയുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ സത്സംഗം നമുക്കൊക്കെ ലഭിക്കണത്, നാമം ജപിക്കാൻ തോന്നണത്, സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ തോന്നണത്. ഇതൊക്കെ ആ ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. നോക്കൂ, മുമ്പ് പറഞ്ഞ പോലെ ഇത് ആത്മവിദ്യയാണ്. നമ്മൾ ചെറുപ്പം മുതലേ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കുക എന്നിരിക്കട്ടെ, ചേർക്കുന്ന സമയത്ത് LKG മുതൽ എന്തൊക്കെയാ പഠിക്കുക അല്ലെ? സയൻസ്, ഹിസ്റ്ററി, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വണ്ടികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നമ്മളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് സ്കൂളിലോ എവിടെയെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഗീതയില് രണ്ട് തരത്തിലുള്ള വിദ്യയെ പറയും. ഒന്ന് പരാവിദ്യ, രണ്ട് അപരാവിദ്യ. മുമ്പ് പറഞ്ഞതെല്ലാം അപരാവിദ്യയാണ്. ഈ ആത്മവിദ്യ മാത്രമാണ് പരാവിദ്യ. എന്തറിഞ്ഞാലാണോ പരിപൂർണമായ തൃപ്തി ലഭിക്കുക, അല്ലെങ്കിൽ എന്തറിഞ്ഞാലാണോ പിന്നൊന്നും അറിയണ്ട എന്ന തരത്തിലുള്ള ഒരു ആനന്ദം, ഒരു 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 നിർവൃതി ലഭിക്കുക, അതാണ് പരാവിദ്യ. ഈ പരാവിദ്യയാണ് ആത്മവിദ്യ അല്ലെങ്കിൽ വേദാന്തം എന്ന് പറയുന്നത്. നോക്കൂ, ഇത് വലിയൊരു ഫിലോസഫിയോ അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റാത്ത വിഷയമൊന്നുമല്ല. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള വിദ്യയാണ്. രമണ മഹർഷി പറയുന്നുണ്ട്, അയ്യേ അതിസുലഭം ആത്മവിദ്യ, അയ്യേ അതിസുലഭം. അയ്യേ, ആത്മവിദ്യ വളരെ സുലഭാണ്, വളരെ എളുപ്പാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താ? നമ്മളെ കുറിച്ചുള്ളതാണ്. നമ്മുടെ ഏറ്റവും അടുത്തിരിക്കണ വസ്തുവിനെ കുറിച്ചുള്ളതാണ്. അതാണ് ഉപനിഷത്ത് എന്ന് പറയുക. ഉപ എന്ന് പറഞ്ഞ സമീപം, സമീപത്തുള്ള വസ്തു. ആ സമീപത്തുള്ള വസ്തുവിനെ കുറിച്ചുള്ള വിദ്യയാണ് വേദാന്തം. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദുഃഖമാണ്. നമ്മുടെ ആഗ്രഹം എന്താ? സുഖം വേണം എന്നുള്ളതാണ്. സുഖത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അനുസ്യൂതം പ്രയത്നിക്കണത്, അനുസ്യൂതം കർമ്മം ചെയ്യണത്. ഭാഗവതത്തിൽ പറയും, സുഖായ കർമാണി കരോതി ലോകവും. സുഖത്തിനായിക്കൊണ്ടാണ് ലോകത്തിൽ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കൂ, വാസ്തവത്തിലുള്ള നിത്യനിരന്തരമായൊരു സുഖം ലോകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നില്ല. അല്പല്പല്പായിട്ട് സുഖങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ദുഃഖമാണ് കൂടുതൽ ഉള്ളത്. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, അനിത്യം അസുഖം ലോകം. ഈ ലോകം എന്ന് പറയുന്നത് അനിത്യമാണ്, അതായത് ടെമ്പററി ആണ്, പെർമനന്റ് അല്ല. അതുപോലെ തന്നെ അസുഖമാണ്, ദുഃഖപൂർണമാണ്. അപ്പോ ഈ ലോകത്തിൽ നിന്ന് സുഖം ലഭിക്കുക എന്ന് പറയുന്നത് സംഭവ്യമല്ല.
ഒരിക്കല് പണ്ട് ശ്രീബുദ്ധൻ, അതായത് സിദ്ധാർത്ഥൻ, ബുദ്ധനാവുന്നതിന് മുമ്പ് സിദ്ധാർത്ഥൻ യുവരാജാവായിരുന്നു അദ്ദേഹം. അപ്പോ സിദ്ധാർത്ഥൻ ജനിച്ച ഉടനെ ജാതകം എഴുതിച്ചു. ജാതകം എഴുതിച്ചപ്പോ സിദ്ധാർത്ഥന്റെ അച്ഛനോട് ആ ജ്യോത്സ്യം പറഞ്ഞു, നോക്കൂ, ഈ കുട്ടിയെ ദുഃഖം എന്താണ് എന്ന് അറിയിപ്പിക്കാൻ പാടില്ല. കാരണം ദുഃഖം വന്നാലേ ഈശ്വരനിലേക്ക് തിരിയുള്ളൂ. ഭാഗവതത്തിൽ പറയും ദുഃഖം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറെ ദുഃഖം ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, അത് വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഭാഗവതത്തിൽ, ഞാനല്ലാട്ടോ, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കുന്തി എന്താ പ്രാർത്ഥിക്കണത് കൂടുതൽ? എന്താ? ദുഃഖം വേണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ? ദുഃഖം ഉണ്ടെങ്കിലേ ഭഗവാനെ കൂടുതൽ കൂടുതൽ വിചാരം ചെയ്യുള്ളൂ. അപ്പോ ബുദ്ധന്റെ അച്ഛനോട് പറയാണ്, ദുഃഖം എന്താണ് എന്ന് ഈ കുട്ടി അറിയിക്കാൻ പാടില്ല. കാരണം ദുഃഖം എന്താണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി സന്യാസി ആവാൻ സാധ്യതയുണ്ട്. സന്യാസ യോഗം ഈ കുട്ടിയുടെ ജാതകത്തിൽ ഉണ്ട്. അതുകൊണ്ട് ദുഃഖം എന്താണെന്ന് അറിയിക്കാതെ വളർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനായിക്കൊണ്ട് ദുഃഖം എന്താണെന്ന് അറിയിക്കാതെ ആ കുട്ടിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ചൂട് കാലത്ത് അതുപോലെയുള്ള കൊട്ടാരം, തണുപ്പ് കാലത്ത് അതനുസരിച്ചുള്ള കൊട്ടാരം, ധാരാളം ഭക്ഷണം, എല്ലാ തരത്തിലുള്ള ലൗകിക സുഖങ്ങളും ആ കുട്ടി അനുഭവിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. യശോധര എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് കല്യാണം കഴിഞ്ഞു. കുട്ടിയായി. കുട്ടിയായതിനു ശേഷം ഇനി അല്ലെ സംസാരത്തിലേക്ക് പിടിച്ചങ്ങോട്ട് ഇട്ടു ബുദ്ധനെ. എന്നിട്ട് നാട് കാണാനായിട്ട്, അതായത് അടുത്ത രാജാവ് ഈ ബുദ്ധനാണല്ലോ, അപ്പോ അതായത് സിദ്ധാർത്ഥൻ. അപ്പൊ നാട് കാണാനായിട്ട് സിദ്ധാർത്ഥനെ വിടുകയാണ്. അങ്ങനെ ചെന്ന എന്ന് പറയുന്ന ഒരു തേരാളിയുടെ കൂടെ നാട് കാണാനായിട്ട് സിദ്ധാർത്ഥൻ പോണു. അങ്ങനെ തേര് തെളിച്ച് ഇങ്ങനെ പോണ വഴിക്ക് ഒരു വയസ്സായ ഒരാളെ കണ്ടു. ദേഹത്തൊക്കെ മുറിവുകളും, അതായത് ജരയൊക്കെ ബാധിച്ച ഒരാൾ. അങ്ങനെ ഒരാളെ സിദ്ധാർത്ഥൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണിച്ചിട്ടുമില്ല. അപ്പൊ സിദ്ധാർത്ഥൻ ഈ ചെന്നയോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അപ്പൊ ചെന്ന പറഞ്ഞു, ഇത് വയസ്സായ ഒരാളാണ്. അപ്പൊ സിദ്ധാർത്ഥൻ പറഞ്ഞു, എനിക്കിങ്ങനെയൊക്കെ വരുമോ? പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങേക്കും ഇങ്ങനെയൊക്കെ വരും. എന്റെ ഭാര്യ യശോധരയ്ക്കും കുട്ടിക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടാവുമോ? അപ്പൊ ചെന്ന പറഞ്ഞു, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇങ്ങനെ വരും. കാരണം ഇത് പ്രകൃതിയിൽ ഇങ്ങനെയാണ്, ലോകത്തിന്റെ സ്വഭാവമാണിത്. വീണ്ടും തേര് മുമ്പോട്ട് പോയി. ആ സമയത്ത് ഒരു മരണ വീട് കണ്ടു. ഒരാൾ മരിച്ചു. അപ്പൊ ചെന്നയോട് സിദ്ധാർത്ഥൻ വീണ്ടും ചോദിച്ചു, ഇത് എന്താണ്? അപ്പൊ ചെന്ന പറഞ്ഞു, ഇതൊരാൾ മരിച്ചു. ഞാൻ മരിക്കുവോ എന്ന് സിദ്ധാർത്ഥൻ തിരിച്ചു ചോദിച്ചു. അപ്പൊ ചെന്ന പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങും മരിക്കും. എന്റെ ഭാര്യ എന്റെ കുട്ടിയൊക്കെ മരിക്കുവോ? അപ്പൊ ചെന്ന പറഞ്ഞു, തീർച്ചയായിട്ടും അവരെല്ലാവരും മരിക്കും. അത് വലിയൊരു ഷോക്കായിരുന്നു സിദ്ധാർത്ഥനെ സംബന്ധിച്ച്. സിദ്ധാർത്ഥൻ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നു. അന്ന് വൈകുന്നേരം കൊട്ടാരം വിട്ട് പോവുകയാണ്. നോക്കൂ, ഇതാണ് ജീവിതത്തിന്റെ അവസ്ഥ. എന്നിട്ടൊരു ശ്ലോകം പറയും, യതി ജന്മജരാ മരണം ന ഭവേത്, യതി ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, ഇഹ സർവമനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർ ന ഭവേത്. ഇവിടെ ജന്മം, ജര, മരണം എന്നിവയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇഷ്ടവിയോഗ ഭയം, അതായത് നമുക്ക് ഏറ്റവും പ്രശ്നം നമ്മുടെ ബന്ധുജനങ്ങളുടെ മരണം, അവരില്ലാതാവുന്നതൊക്കെയാണ്. അങ്ങനെ ഒരു ഭയം ഇല്ലായിരുന്നെങ്കിൽ, ഈ ലോകത്ത് ഒന്നും അനിത്യമല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാണ് രമിക്കാത്തത് എന്നാണ്. ഇത് ലോകത്തിന്റെ പൊതുവെയുള്ള അവസ്ഥയാണ്. അപ്പോ ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ജനിക്കും. അപ്പൊ അമ്മ കുറച്ച് പാല് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം. അത് കഴിഞ്ഞാൽ വീണ്ടും കരയാൻ തുടങ്ങും. വീണ്ടും പാല് കൊടുക്കും. അപ്പൊ കുറച്ചു നേരം വീണ്ടും ആശ്വാസം. അങ്ങനെ കുട്ടിക്കാലം ഇങ്ങനെ കടന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ കളിപ്പാട്ടങ്ങളിലൊക്കെ വളരെ ആസക്തി തോന്നും. ആ കളിപ്പാട്ടം സുഖം തരും എന്നൊരു തോന്നൽ തോന്നും. കുറെ കളിപ്പാട്ടങ്ങൾ വാങ്ങും. കിട്ടുന്നത് വരെ ഒരു സുഖം ഉണ്ടാവും. കുറച്ചു നേരത്തേക്ക് ആ കളിപ്പാട്ടത്തിന്റെ സുഖം നിലനിൽക്കും. പിന്നെ അതൊരു സൈഡിലൊക്കെ കിടക്കുന്നത് കാണാം. അങ്ങനെ കുട്ടിക്കാലം കടന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ യുവാവായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആസക്തികള്, ശങ്കരാചാര്യന്റെ ഭജഗോവിന്ദത്തിൽ പറയണത് പോലെ
ബാലസ്താവത് ക്രീഡാസക്തഃ, തരുണസ്താവത് തരുണീസക്തഃ, വൃദ്ധസ്താവത് ചിന്താമഗ്നഃ, പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. കുട്ടികൾ കളികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴുകിയിരിക്കും. യുവാക്കളായി കഴിഞ്ഞ യുവതി യുവാക്കൾ ഇങ്ങനെ ആസക്തതയോടെ ഇരിക്കും. കുറച്ചുകൂടെ പ്രായമായി വൃദ്ധരായി കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കും. പരമമായ ആ ബ്രഹ്മത്തിൽ, ആ ഈശ്വരനിൽ ആരും ആസക്തരാകുന്നില്ലല്ലോ എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ ദുഃഖത്തിൽ നിന്നൊരു മോചനം ആണ് വേണ്ടതെങ്കിൽ നിത്യമായിട്ടും സുഖത്തെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുഖം ലോകത്തല്ല ഉള്ളത്, സുഖം നമ്മളിലാണ് ഉള്ളത്. നമ്മുടെ സ്വരൂപമാണ് സുഖം, ആനന്ദം നമ്മുടെ ഉള്ളിലാണ് ആനന്ദം ഉള്ളത്. ഇപ്പോ നമ്മൾ എന്തൊക്കെയാണെന്നാണോ നമ്മൾ ധരിച്ചിട്ടുള്ളത്, അതൊന്നും വാസ്തവത്തിൽ നമ്മളല്ല. അല്ലെ, എന്തായി പറയണേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. വിവേകാനന്ദ സ്വാമികൾ പറയും, വേദാന്തത്തിന്റെ മെസ്സേജ് എന്താണ് എന്ന് വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ദി മെസ്സേജ് ഈസ് ദാറ്റ് യു ആർ ദി പ്യുവർ സെൽഫ്, ദ ഇമ്മാക്യുലേറ്റ് സെൽഫ്. അതായത് ശുദ്ധബോധരാണ് നിങ്ങൾ, ശുദ്ധബോധമാണ് നിങ്ങൾ, ഒട്ടും കലർപ്പില്ലാത്ത ചൈതന്യമാണ് നിങ്ങൾ, ബോധസ്വരൂപികളാണ് നിങ്ങൾ. ആ വസ്തു, ആ ഭഗവാൻ, അതാണ് നമ്മുടെയൊക്കെ സ്വരൂപം. നമ്മുടെയൊക്കെ ഉള്ളില് ഞാൻ 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 എന്നൊക്കെ ഒരു അനുഭവം ഉണ്ട്, ഇല്ലേ? ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു അനുഭവമാണത്. ശ്രദ്ധിക്കണം പറയണത്, ഒട്ടും മാറ്റമില്ലാതെ നമുക്ക് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഒരു ഇരുട്ട് മുറിയിൽ നമ്മൾ ഇരിക്കുകയെന്ന് വെച്ചോളൂ. ഇരുട്ട് മുറിയിൽ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ സാധിക്കണില്ല, ചുറ്റുമുള്ളത് നമ്മളൊന്നും കേൾക്കണില്ല, നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ കാണണില്ല. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ഉറപ്പുണ്ട്, എന്താ? നമ്മളുണ്ട്, ഞാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നോക്കൂ, ഈ അനുഭവം വാസ്തവത്തില് ഭഗവാനാണ്, ബോധമാണ്, ആത്മാവാണ്. എന്താ ഉപനിഷത്തിന്റെ മഹാവാക്യം? എന്താ? അഹം ബ്രഹ്മാസ്മി. ഈ അഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ ബ്രഹ്മമാണ് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലൊരു ഫോട്ടോ, ഒരു ഉദാഹരണമാണ്, ചെറുപ്പകാലത്തിലൊരു ഫോട്ടോ. ഇപ്പൊ ഒരു 60 വയസ്സായ ആളാണെന്നിരിക്കട്ടെ, ആ ആള് തന്റെ 5 വയസ്സിലൊരു ഫോട്ടോ കാണുക. ആ ഫോട്ടോ കാണുമ്പോ ആ ഫോട്ടോയിലുള്ള ആളേ മാറിപ്പോയിട്ടുണ്ട്, അല്ലെ? കുട്ടിക്കാലായിരുന്നപ്പോഴുള്ള ആ രൂപമല്ല നമുക്കിപ്പോ ഉള്ളത്, അല്ലെ? എന്റെ 5 വയസ്സിലെ രൂപമല്ല എനിക്കിപ്പോ ഉള്ളത്. ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞുള്ള രൂപം ഇതായിരിക്കില്ല. ഇതിങ്ങനെ അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കും. 7 വർഷം കഴിയുമ്പോ ഓരോ സെൽസും പരിണമിക്കുന്ന പറയുക. പക്ഷെ നോക്കൂ, നമുക്ക് ഞാൻ എന്നുള്ള അനുഭവത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? അതൊരിക്കലും മാറില്ല. 5 വയസ്സുള്ള ഏതൊരു ഞാനാണോ അതേ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അതേ ഞാൻ തന്നെയാണ് വയസ്സായാലും ഉണ്ടാവുക. ഈ ഞാൻ എന്നുള്ളതാണ്, ഈ ഞാനിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നറിയണതാണ് ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുക. നമ്മുടെ വിഷയം നിർവ്വാണ ഷട്കാണ്. നിർവ്വാണ ഷട്കത്തിൽ ഇത് തന്നെയാണ് പറയണത്. മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയാണെന്നാണോ നമ്മൾ ധരിച്ചിട്ടുള്ളത്, അതിനെയൊക്കെ നേതി നേതി നേതി, അതായത് ഞാൻ ഇതല്ല, ഞാൻ ഇതല്ല എന്നിങ്ങനെ തള്ളിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് എന്താണോ ഞാൻ, ആ സ്വരൂപത്തെ, ആ ബോധത്തെ കാണിച്ചു തരുന്നതാണ് നിർവ്വാണ ഷട്കം എന്നുള്ള ശങ്കരാചാര്യരെ എഴുതിയിട്ടുള്ള കൃതി. പണ്ട് ശങ്കരാചാര്യര് ഭഗവാനെ വേണം, എനിക്ക് ഈശ്വരനെ വേണം എന്നുള്ള ഒരു മുമുക്ഷത്വം ഉണ്ടായി. അപ്പോഴാ 5 വയസ്സില്, അല്ലെ? നമുക്ക് ഇപ്പോഴും തീവ്രമായിട്ടില്ല ഒന്നും. ശങ്കരാചാര്യ തന്റെ 5 വയസ്സില് മുമുക്ഷത്വം, ജിജ്ഞാസ വന്നിട്ട് ഒറ്റയ്ക്ക് നടന്ന് നർമ്മദാ നദീ തീരത്തിലേക്ക് എന്ന് ഗോവിന്ദ ഭഗവത്പാദരെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത്
ഗോവിന്ദ ഭഗവത്പാദര്, അതായത് ഗുരു, ശങ്കരാചാര്യരുടെ ഗുരുവായ ഗോവിന്ദ ഭഗവത്പാദര് ശങ്കരാചാര്യരോട് ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്? കാരണം 5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ് എന്ന് ചോദിച്ചു. ആ മൊമെന്റിൽ തന്നെ ശങ്കരാചാര്യർക്ക് ആത്മജ്ഞാനം ഉണ്ടായി. അങ്ങനെയാണ് പറയുക, ആ ശിഷ്യൻ പക്വമാണെങ്കിൽ വാസ്തവത്തിലുള്ള ഗുരു മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉപദേശമോ ഇങ്ങനത്തെ പ്രഭാഷണങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ വളരെ വളരെ ലിമിറ്റഡ് ആണ്. ഈ വാക്ക് എന്ന് പറയുന്നത് തന്നെ വളരെ ലിമിറ്റഡ് ആണ്. ഈ വാക്കിനെ 4 തരത്തിൽ പറയും: പരാ, പശ്യന്തി, മധ്യമാ, വൈഖരി എന്ന്. ഇപ്പൊ നമ്മൾ ഈ പറയണതെല്ലാം വൈഖരിയാണ്. ഈ വൈഖരിക്ക് പുറമിലെ ഏറ്റവും ആദ്യപടിയുണ്ട്, അതാണ് പരാ. ഈ പരാവാക്കിലാണ് വാസ്തവത്തിലുള്ള ആത്മവിദ്യ നടക്കുക. അതാണ് ദക്ഷിണാമൂർത്തിയുടെ ഒക്കെ തത്വം എന്ന് പറയുന്നത്. പണ്ട് സനകസനന്ദനാദികൾക്ക് ആത്മജ്ഞാനം വേണം എന്ന് പറഞ്ഞിട്ട് അവര് ആദ്യം മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു. മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം ലക്ഷ്മി സമേതനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഉപദേശം കൊടുത്തു, പക്ഷെ അവർക്കൊരു തൃപ്തി വന്നില്ല. നേരെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് അവർക്കൊരു തൃപ്തി ഉണ്ടായില്ല. വീണ്ടും എന്നിട്ട് പരമശിവന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ പരമശിവനും പാർവതി ദേവിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴും അവർക്കൊരു തൃപ്തി വന്നില്ല, ഉപദേശത്തിലൂടെ ആ തൃപ്തി ഉണ്ടായില്ല. എന്നിട്ട് അവര് മടങ്ങിപ്പോയി. അപ്പൊ പാർവതി ദേവി പരമശിവനോട് പറഞ്ഞു, നോക്കൂ, ഈ ശിഷ്യർക്ക് എങ്ങനെയുള്ള ഗുരുവിനെയാണോ വേണ്ടത് അതേപോലെ ചെന്ന് അവരുടെ മുമ്പിൽ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ യുവാവായിട്ട് ഒരു വടവൃക്ഷ ചുവട്ടില് പരമശിവൻ ചെന്നിരുന്നു. അപ്പൊ സനകസനന്ദനാദികൾ ഇങ്ങനെ നടന്നു വന്നു. ആ ഗുരുവിനെ കണ്ട ആ മൊമെന്റിൽ തന്നെ ഇതാണ് എന്റെ ഗുരു എന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടായി. നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈശ്വരനെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവിനെ അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഗുരു നമ്മുടെ മുമ്പിൽ വരും. ആ ഗുരുവിനെ കണ്ടാൽ തന്നെ നമുക്ക് ഇതാണ് എന്റെ ഗുരു, ജീവിതത്തില് എനിക്ക് ആത്മവിദ്യയെ ഉപദേശിച്ചു തരാൻ പോകുന്ന ഗുരു ഇതാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാവും. അപ്പോ ആദ്യം ദക്ഷിണാമൂർത്തി ആ ശിവനോട് ഇവര് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. കാരണം എന്താ? മൗനമായിരുന്നു ദക്ഷിണാമൂർത്തിയുടെ ഭാഷ. ആദ്യം പറഞ്ഞ ആ പരാ എന്നുള്ളത് മൗനമാണ്. അങ്ങനെ ഇരുന്നിരുന്ന്, അതാണ് സത്സംഗം എന്ന് പറയുക. സത്സംഗത്തിൽ ഭാഷയുടെ ആവശ്യമില്ല, അല്ലെ? ഇതിനെ സത്സംഗം, ഈ പ്രഭാഷണത്തെ സത്സംഗം എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിലുള്ള സത്സംഗം എന്ന് പറയുന്നത് മഹാപുരുഷ സമ്പർക്കമാണ്. ആത്മജ്ഞാനം നേടിയവരായിട്ടുള്ള അവരുടെ സമ്പർക്കത്തെയാണ് സത്സംഗം എന്ന പദം കൊണ്ട് അർത്ഥാക്കണത്. ആ സത്സംഗത്തിലൂടെയാണ് ശങ്കരാചാര്യർ പറയണ നിസ്സംഗത്വവും നിർമോഹത്വവും നിശ്ചലതത്വവും ജീവൻ മുക്തിയൊക്കെ ഉണ്ടാവുക. അപ്പോ ആ ദക്ഷിണാമൂർത്തിയുടെ മൗനത്തിലൂടെ ശ്ലോകത്തിൽ പറയും, മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വർഷിഗണേരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഠേ. അതൊക്കെ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ മൗനത്തിലൂടെയാണ് അവിടെ അവരുടെ ആത്മവിദ്യ ഉപദേശിക്കപ്പെട്ടത്. അതേപോലെ തന്നെയാണ് ശങ്കരാചാര്യരുടെ ജീവിതത്തിലും. ആ ഗുരു മുമ്പിൽ വന്നപ്പോ ആ ഗുരുവിന്റെ മൗനത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് ആത്മവിദ്യ പ്രകാശിച്ചു. അപ്പൊ കുഞ്ഞെ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ ആദ്യത്തെ ശ്ലോകങ്ങളാണ് നിർവാണ ദശകം എന്ന് പറയുന്നത്. നിർവാണ ദശകം 10 ശ്ലോകമാണ്. അതിങ്ങനെയാണ്: ന ഭൂമിർന്ന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യൈക സിദ്ധ തദേക്കേ തദേകോവശിഷ്ഠ ശിവ കേവലോഹം. ഞാൻ എന്ന് പറയണത് ഈ ഭൂമിയല്ല, ജലമല്ല, തേജസ്സല്ല, വായുവല്ല, ഇങ്ങനെ ഒന്നുമല്ല എന്ന് തള്ളിക്കളഞ്ഞിട്ട് പറയാണ്, സുഷുപ്തി അവസ്ഥയിൽ മാത്രം സിദ്ധമായിട്ടുള്ള ആ ശിവമാണ് ഞാൻ. ശിവനാണ് എന്നല്ല കേട്ടോ, ആ ശിവമാണ് ഞാൻ, ആ മംഗളസ്വരൂപമായ ആ ശിവമാണ് ഞാൻ എന്നാണ് ശങ്കരാചാര്യർ പറയണത്. നമുക്ക് 3 അവസ്ഥകളുണ്ട്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. എല്ലാവർക്കും അറിയായിരിക്കും.
ഈ സുഷുപ്തിയെ വെച്ചിട്ടാണ് ഋഷീശ്വരന്മാരെല്ലാവരും ഈ സുഖം പുറത്തു നിന്നുള്ളതല്ല, സുഖം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ജാഗ്രത അവസ്ഥ, അതായത് ഈ വെയ്ക്കിംഗ് സ്റ്റേറ്റ്, ഈ ഉണർന്നിരിക്കണ അവസ്ഥ, ഈ ഉണർന്നിരിക്കണ ഈ അവസ്ഥയിൽ, അതായത് നമ്മളിപ്പോ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ശരീരമുണ്ട് ഇല്ലേ, ഈ ശരീരം പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കതിന്റെ അനുഭവമുണ്ട്, മനസ്സുണ്ട്, മനസ്സിങ്ങനെ ചലിക്കുന്നുണ്ട്. ഇപ്പൊ പ്രഭാഷണം ഇപ്പൊ പറയുമ്പോഴും മനസ്സ് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ടാവും, മനസ്സിലാവുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവും, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. അപ്പൊ മനസ്സിന്റെ അനുഭവം നമുക്കുണ്ട്. ഇതിനൊക്കെ സാക്ഷിയായിട്ട് ഒരു ഞാനും ഉണ്ട്. ഇനി ജാഗ്രത മാറിക്കോളൂ, നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെന്നിരിക്കട്ടെ. കിടന്ന് ഉറങ്ങണ സമയത്ത് ശരീരം ഇല്ല. അതായത് ഈ ശരീരത്തിന്റെ അനുഭവം നമുക്ക് സ്വപ്നത്തിലില്ല, മറ്റേതൊരു ലോകമാണ് അല്ലെ. സ്വപ്നം കാണുന്ന സമയത്ത് മനസ്സുണ്ട്, കാരണം സ്വപ്നം കാണുന്നുണ്ട്, ഈ സ്വപ്നത്തെ കാണുന്ന ഞാനും ഉണ്ട്. ഇതാണ് സ്വപ്നാവസ്ഥ. അടുത്ത അവസ്ഥയാണ് സുഷുപ്തി. സുഷുപ്തി അവസ്ഥയില് ശരീരമില്ല, അതായത് ശരീരത്തിന്റെ അനുഭവമില്ല. സുഷുപ്തി എന്ന് പറയുന്ന ഡീപ്പ് സ്ലീപ്പ്, ഗാഠനിദ്ര എന്ന് പറയില്ല അത്. ശരീരമില്ല, മനസ്സുമില്ല. അവിടെ ഞാനുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനുണ്ട്, പക്ഷെ ഈ വ്യക്തിത്വമില്ല അവിടെ. അതായത് ഇപ്പൊ എന്റെ പേര് ഗോവിന്ദ് എന്നാണല്ലോ, അപ്പൊ ഈ ഗോവിന്ദ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ല, വ്യക്തിത്വമില്ല. മറിച്ച് എന്താ ഉള്ളത്? അസ്തിത്വമുണ്ട്. അപ്പൊ ഉറങ്ങി എണീറ്റ ഒരാളുടെ അവസ്ഥ എന്താ? സുഖമഹമസ്വാപ്സം എന്ന കിഞ്ചിത് അവേദിഷം. അതായത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുക. അല്ലെ, ഉറക്കത്തിൽ എന്ത് സുഖ, ചിന്തിച്ചിട്ടുണ്ടോ? വലിയൊരു സ്വർണ്ണ ഖനിയാണ് എന്നാ പറയാ അതിൻ്റെ ഉള്ളില്, ഉറക്കത്തില്, സുഷുപ്തിയില്. ശൃംഗേരിയിലൊക്കെ സ്വാമിമാര് ഉറക്കണീറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ആരതി ഒഴിയും. കാരണം എന്താ വെച്ചാല് കൈലാസ ദർശനം കഴിഞ്ഞ് വരികയാണെന്നാ പറയുക. നമ്മളൊക്കെ രാത്രി പോണത് ഈ കൈലാസത്തിലേക്കാണ്, അല്ലെങ്കിൽ ഭഗവാനിലേക്കാണ്. ആ സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനെയാണ്. അതാണ് ശങ്കരാചാര്യർ ഇവിടെ സുഷുപ്തി ഏക സിദ്ധ എന്ന് പറയുന്നത്. പക്ഷെ അത് ഭഗവാനെ ആണ് അനുഭവിച്ചത് എന്നുള്ളത് നമ്മൾ അറിയണില്ല. ചെറിയൊരു അജ്ഞാനവും കൂടെ അവിടെ ഉണ്ട്. ആ സുഷുപ്തിയിൽ അനുഭവിച്ച ആനന്ദത്തെ, അല്ലെ, അവിടെ നമ്മൾ എന്താ അനുഭവിക്കുക? ആനന്ദമാണ്. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുകയാണ്. ഒരു ഉദാഹരണം പറയാം, രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമുക്കൊരു 5 മണിക്ക് എണീക്കണം. അപ്പൊ അലാമൊക്കെ വെച്ച് കടന്നു. നമ്മൾ പെട്ടെന്ന് 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ ഞെട്ടി ഉണർന്നു. അപ്പം അയ്യോ 5 മണിയൊക്കെ ആയി കാണും എന്നൊക്കെ വിചാരിച്ച് ഫോൺ നോക്കിയപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുള്ളൂ. ആ ആ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഓ, 1 മണി ആയിട്ടുള്ളൂ, അപ്പോ 2, 3, 4, 5, ഒരു 3-4 മണിക്കൂറും കൂടെ സുഖമായിട്ട് ഉറങ്ങാമെന്നൊരു ഒരു 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 സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്തുകൊണ്ടാണ് ആ സന്തോഷം വരുന്നത്? അവിടെ എന്താ ഉള്ളത് ആ സുഷുപ്തിയില്? നമ്മളിപ്പോ ഈ ലോകത്തിൽ നിന്ന് അനുഭവിക്കാം, അല്ലെങ്കിൽ ലോകത്തില് സുഖം തരും എന്ന് വിചാരിക്കുന്ന ഒരു വസ്തുക്കളും അവിടെ ഇല്ല. നമ്മുടെ ബന്ധുജനങ്ങളില്ല, നല്ല ഭക്ഷണങ്ങളില്ല, അമ്പലങ്ങളില്ല, ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അങ്ങനെ ആരുമില്ല. അല്ലെ, പ്രത്യക്ഷത്തിൽ രൂപം പോലെ നമ്മൾ കാണുന്ന ഭഗവാന്മാരാരുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ സുഖം? അതാണ് ബോധം, അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ 3 കാലത്തും 3 അവസ്ഥകളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തുവാണ് സത്ത്. അതിനെയാണ് ആദ്യം പറഞ്ഞത് ഞാൻ എന്നുള്ള അനുഭവമാണ് ഈ 3 കാലത്തും 3 അവസ്ഥകളിലും മാറ്റമില്ലാതെ നിൽക്കുന്നത്. ചിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് ഞാനുണ്ട് എന്നുള്ള അനുഭവം, ഇതാണ് ചിത്ത്. ആനന്ദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുഷുപ്തിയിൽ പറഞ്ഞ ഈ ആനന്ദം, ഈ സച്ചിദാനന്ദമായ വസ്തുവാണ് നമ്മളെല്ലാവരും. നമ്മുടെ സ്വരൂപം ഈ സച്ചിദാനന്ദമാണ്. ഇതിനെ അറിയിച്ചു തരാനാണ് എല്ലാ ഗുരുക്കന്മാരും ശ്രമിക്കുന്നത്, എല്ലാ ഗ്രന്ഥങ്ങളും ശ്രമിക്കുന്നത്. ഭാഗവതത്തിന്റെയും രാമായണത്തിന്റെയും എല്ലാ ഗ്രന്ഥങ്ങളുടെയും ലക്ഷ്യം നമ്മുടെ ഉള്ളിലുള്ളത്, അതായത് നമ്മള് ഈ ബോധമാണ്, നമ്മൾ ഈശ്വരനാണ്,
അഹം ബ്രഹ്മാസ്മി എന്നറിയിക്കാനാണ്. മുമ്പ് പറഞ്ഞ പോലെ ഇതിനെ അറിയണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പ്രകൃതി മുഴുവൻ അതിന് കൂട്ടായിട്ട് നിൽക്കും. രമണ മഹർഷിക്ക് ഒരു ശിഷ്യനുണ്ട്, റോബർട്ട് ആഡംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത്, അതായത് കുട്ടിയായിരുന്നപ്പോ ഒരു മഹാപുരുഷന്റെ, ഒരു പ്രായമായിട്ടുള്ള ആളുടെ ദർശനം ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുമായിരുന്നു. അതാരാണ് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ കുറച്ചു കാലം കൂടെ കഴിഞ്ഞു. അദ്ദേഹം സ്കൂളിൽ മാത്സ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നടന്ന സംഭവമാണ്. മാത്സ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ലോകം മുഴുവൻ ഒരു ഭഗവത് ദർശനം കിട്ടി. ഈ ലോകത്തിൽ മുഴുവൻ ഈ എന്നെ തന്നെ, അതായത് അദ്ദേഹത്തെ തന്നെ എല്ലാവരിലും കാണാൻ തുടങ്ങി. അതാണ് ഈശ്വര ദർശനം. ആ ഒരു മൊമെന്റിൽ അങ്ങനെ ഒരു ദർശനം ഉണ്ടായി, അത് മറിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം യോഗാനന്ദ പരമഹംസരെ കാണാൻ പോവാണ്. കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു ഫോട്ടോ കണ്ടു. അപ്പൊ ചോദിച്ചു, ഇത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോ യോഗാനന്ദ പരമഹംസർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയോ എന്ന് ചോദിച്ചു. കാരണം വിദേശിയാണ്, അറിയാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ പറഞ്ഞു, അറിയാം, കാരണം ഞാൻ ചെറുപ്പത്തിൽ ധാരാളം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇതാണ് രമണ മഹർഷി എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ, എനിക്ക് രമണ മഹർഷിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം രമണ മഹർഷിയുടെ അവസാന സമയമാണത്, ശരീരത്തിന് തീരെ സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. പറഞ്ഞു, ഇപ്പൊ ചെന്നോളൂ, ഇപ്പൊ ചെന്നാ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ അവിടുന്ന് പോയി രമണ മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ എന്നിട്ട് യോഗാനന്ദ പരമഹംസൻ പറഞ്ഞു, അദ്ദേഹം എന്താണോ ആദ്യം പറയണത് അതിനെ ഉപദേശമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ചുമ്മാ ഇര് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉപദേശം. ചുമ്മാ ഇര്, അതായത് ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരിക്കൂ എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിനോടാണ് ആ ഉപദേശം. മനസ്സെ ചുമ്മാ ഇര്, അതായത് ശാന്തമായി സ്വസ്ഥമായിട്ട് ഇരിക്കൂ എന്നുള്ളതാണ് ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, വന്തവേലയെ പാറ്. എന്തിനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഈ ജന്മം എടുത്തിട്ടുള്ളത്, ആ വന്തവേലയെ പാറ്, ബാക്കിയൊക്കെ നടക്കേണ്ടത് പോലെ നടന്നുകൊള്ളും. അല്ലെ? നമ്മുടെയൊക്കെ പ്രശ്നം ഈ ചിന്തകളാണ്, ഈ മനസ്സാണ് നമ്മുടെയൊക്കെ പ്രശ്നം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയും. മനസ്സ് തന്നെയാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ളത്. ചിന്തകള്, ഈ മനസ്സ് തന്നെയാണ്, നോക്കൂ, ഈ മനസ്സ് തന്നെയാണ് ഈ ലോകമായിട്ട് നിൽക്കുന്നത്. അത് കുറേയും കൂടെ സാധന ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയില്ലേ, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. നമ്മുടെ ഉള്ളിലെ വാസനകള്, നമ്മുടെ ഈ മനസ്സ് തന്നെയാണ് ലോകമായിട്ട് പ്രതിബിംബിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ലോകം ഓരോ തരത്തിലായിരിക്കും. ഞാൻ കാണുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ദൃഷ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, എനിക്കിഷ്ടമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പോ നമ്മുടെ വാസനയ്ക്കും നമ്മുടെ മനസ്സിനും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ലോകം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ചിന്തകളുടെ പുറകെ പോവുകയാണെങ്കിൽ ചിന്തകള് നമ്മളെ നശിപ്പിക്കും, നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും. ചിന്താദഹതി ജീവിതം എന്ന് പറയും. ചിത എന്താ ചെയ്യുക അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ ചിത ഈ ശരീരത്തെ ആയിരിക്കും നശിപ്പിക്കുക. പക്ഷെ ചിന്ത ഉണ്ടല്ലോ, ചിന്ത ജീവിതത്തെ തന്നെ നശിപ്പിച്ചു. രാമകൃഷ്ണദേവന്റെ ഒരു കഥയുണ്ട്. രാമകൃഷ്ണദേവൻ പറയും, പണ്ട് ഒരു കർഷകൻ, ആ കർഷകൻ ഒരു മരത്തിന്റെ ചോട്ടിൽ കിടക്കുകയാണ്. ഒരു മാജിക് ട്രീ ആണത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ, ആ കർഷകൻ ഇങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് വിചാരിച്ചു, നല്ല ക്ഷീണം, ജോലിയായി ചെയ്ത് മടുത്തിരിക്കുകയാണ്, അപ്പൊ നല്ല ക്ഷീണിച്ചിരിക്കുമ്പോ പെട്ടെന്ന് വിചാരിച്ചു, എന്റെ കാലൊക്കെ ഒന്ന് തിരുമ്മി തരാൻ ഒരു സ്ത്രീ വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് മുമ്പിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു, കാല് തിരുമ്മി കൊടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ വിചാരിച്ചു, നോക്കണേ, മനസ്സിന്റെ പോക്ക് നോക്കണേ, ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിചാരിച്ചു, ധാരാളം ഭക്ഷണങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. മുമ്പില് വിഭവസമൃദ്ധമായ സദ്യ, അദ്ദേഹം ധാരാളം ഭക്ഷണം കഴിച്ചു. കുറച്ച് കഴിയുമ്പോൾ വിചാരിച്ചു, കുറെ രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പറഞ്ഞ മാത്രമേ തന്നെ എല്ലാം മുമ്പിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം കുറച്ച് ആലോചിച്ചതിന് ശേഷം വീണ്ടും വിചാരിച്ചു, ഇപ്പൊ എനിക്ക് എല്ലാം കിട്ടി, അപ്പൊ ഇത് വലിയൊരു കാടാണ്, ഇപ്പൊ ഒരു പുലി വന്ന് എന്നെ കൊന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച ഉടനെ ഒരു പുലി മുമ്പിൽ വന്നു, ആളെ പിടിച്ചു, ആളുടെ കഥ കഴിഞ്ഞു. അപ്പൊ ഇതാണ് പറയുക ചിന്താദഹതി ജീവിതം എന്നുള്ളത്.
മുമ്പ് പറഞ്ഞ പോലെ സത്യത്തിനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കും. ഗുരു മുമ്പിൽ വരും. മുമ്പ് പറഞ്ഞ ആ സുഷുപ്തി അവസ്ഥ പരിഹാരമല്ല കേട്ടോ, അതൊരു ദൃഷ്ടാന്താണ്. അതായത് സുഖം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വസ്തുവാണ്, നമ്മൾ തന്നെ സുഖസ്വരൂപികളാണ് എന്നുള്ള ദൃഷ്ടാന്താണ് ആ സുഷുപ്തി. ഈ സുഖം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ സുഖത്തെ അന്വേഷിക്കേണ്ടതും നമ്മുടെ ഉള്ളിൽ തന്നെ. ഒരിക്കൽ ഒരാള് എന്തോ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ ആൾക്കാർ വന്നു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ഒരു രത്നം, വിലപിടിപ്പുള്ള ഒരു രത്നം കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും കൂടെ തിരയാൻ തുടങ്ങി. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് അറിവുള്ള ഒരാള് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ രത്നം കാണാനില്ല, ഭയങ്കര വിലയുള്ള ഒരു രത്നമാണ്, ആ രത്നം കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, ആണോ, ആ രത്നം എവിടെ പോയത്, എവിടെ രത്നം നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, രത്നം നഷ്ടപ്പെട്ടത് എന്റെ മുറിക്കുള്ളിലാ, വീടിന്റെ ഉള്ളില് മുറിക്കുള്ളിലാണ് രത്നം നഷ്ടപ്പെട്ടത്. അപ്പൊ ആള് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ തിരയേണ്ടത്, ഈ പുറത്ത് വന്ന് രത്നത്തെ തിരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ തിരിച്ചു പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, കാരണം മുറിക്കുള്ളിൽ ഇരുട്ടാ, അവിടെ വെളിച്ചമില്ല. അപ്പൊ ഇയാൾ തിരിച്ചു പറഞ്ഞു, അവിടെ വെളിച്ചമില്ലെങ്കിൽ വെളിച്ചടിച്ചു നോക്കണം, വെളിച്ചടിച്ചു നോക്കിയ രത്നത്തെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ സുഖം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഖത്തെ അന്വേഷിക്കേണ്ടത് പുറത്തല്ല, ജ്ഞാനമാകുന്ന വെളിച്ചത്തെ അടിച്ച് ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. ആ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ ഉള്ളിൽ തന്നെ കണ്ടെത്തുക, ഹൃദയത്തിൽ തന്നെ കണ്ടെത്തുക. ഈ ഹൃദയമാണ് ഈശ്വരന്റെ സ്ഥാനം. ഗീതയെ പറയില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. ഹൃദയം എന്ന് പറയുന്നത് ഈ രക്തം പമ്പിയണ ഈ ഹൃദയം അല്ല കേട്ടോ. നമ്മുടെ വലത് സൈഡില്, മാറിടത്തിന്റെ വലത് സൈഡിലാണ് നമുക്ക് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവുന്നത്. അല്ലെ, ഏതൊരു ഇതൊന്നും കേട്ടിട്ടില്ലാത്തൊരു കുട്ടിയോട് തന്നെ ചോദിച്ചിട്ട് എന്നെ ഒന്ന് തൊട്ട് കാണിക്കൂ, മോനെ ഒന്ന് തൊട്ട് കാണിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കാണിക്കും, ഞാൻ എന്ന് പറയും. അല്ലെ, നമ്മളൊക്കെ ഞാൻ ഇവിടെ തൊട്ടിട്ടാ പറയുക, അല്ലാതെ തലയെ തൊട്ടിട്ട് ഞാൻ എന്ന് പറയില്ല, മൂക്കിൽ തൊട്ടിട്ട് ഞാൻ എന്ന് പറയില്ല. ഈ ഹൃദയത്തിൽ തൊട്ടിട്ടാണ് ഞാൻ എന്ന് പറയുക. ഈ ഹൃദയമാണ് ആത്മാവിന്റെ സ്ഥാനം. രമണ മഹർഷി പറയും, ഹൃദയ മുഖര മധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. നമ്മുടെയൊക്കെ ഉള്ളില് ഞാൻ എന്ന് അനുഭവിക്കണത് ആത്മാവാണ്. ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട്, ജ്ഞാനേശ്വരൻ ഈ ഈ മാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം വിചാരിച്ചു ഉത്തരൻ, എന്റെ ഉള്ളില് ഞാനാണ്, അതായത് ഈ വ്യക്തിത്വമാണ് എന്ന് വിചാരിച്ചു ഉത്തരൻ. പക്ഷെ ഈ മാർഗത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, എന്റെ ഉള്ളിൽ ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ, അതായത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളിലുള്ളത്, നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകാശിക്കണത് ആ വസ്തു, അത് ഭഗവാനാണ്. നമ്മൾ ആരായണം അതിനെ, ഞാൻ എന്താണ്, നമ്മുടെയൊക്കെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിക്കണം. ആദ്യം ചിലപ്പം പിടികിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ലായിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഇതാണ് ശ്രവണം മനനം നിധിധ്യാസനം, ഉപനിഷത്തിന്റെ മാർഗമാണ്. ഈ ആത്മവിദ്യയെ കേൾക്കുക, മനനം ചെയ്യുക, അതിൽ തന്നെ അതായിട്ടിരിക്കുക എന്നുള്ളതാണ് ഉപനിഷത്തിന്റെ ഉപദേശം. അപ്പോ ശങ്കരാചാര്യരിൽ നിന്നാണ് തുടങ്ങിയത്. ശങ്കരാചാര്യര് ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്ത് ഈ നിർവ്വാണ ദശകം ചൊല്ലി. അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കേദാർനാഥിൽ വെച്ചിട്ട് ശിഷ്യന്മാര് വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് വേദാന്തത്തെ ഒന്നുകൂടെ ഉപദേശിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം ചൊല്ലിയതാണ് നിർവ്വാണ ഷട്കം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. 6 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. നോക്കൂ, ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ ലളിതാണ്. മുമ്പ് പറഞ്ഞ പോലെ നേതി 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 എന്ന് തള്ളിക്കളഞ്ഞ് നമ്മളൊക്കെ ശിവമാണ്, നമ്മളൊക്കെ ആ ബോധമാണ് എന്ന് തെളിയിപ്പിച്ച് തരുന്ന തരത്തിലുള്ള ശ്ലോകാണിത്. ആദ്യത്തെ ശ്ലോകം ഇതാണ്, മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണ നേത്രേ
ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ചിത്തം ഞാനല്ല, അല്ലെ? ഇതൊക്കെ എന്റെയാണ്. ഇപ്പൊ ഈ മൊബൈൽ ഫോൺ എന്റെയാണ് എന്നാ നമ്മൾ പറയാ, അല്ലെ? ഇത് എന്റെയാണ് എന്ന് പറയുന്ന ആ മൊമെന്റിൽ തന്നെ ഈ മൊബൈൽ വേറെയായി, ഞാൻ വേറെയായി. അതുപോലെ തന്നെയാണ് ഈ മനസ്സും. ഞാൻ മനസ്സ് എന്ന് ഒരിക്കലും പറയില്ല, എന്റെ മനസ്സ് എന്ന് എല്ലാവരും പറയാറുള്ളൂ. എന്റെ മനസ്സ്, എന്റെ ശരീരം, എന്റെ ബുദ്ധി, എന്റെ കൈ, എന്റെ കാൽ, അല്ലെ? എന്റെ അച്ഛൻ, എന്റെ അമ്മ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്. നമ്മളല്ലത്. എന്റെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വേറെയായി, നമ്മുടെ ശരീരം വേറെയായി. ഈ മനസ്സോ ബുദ്ധിയോ ചിത്തമോ ഈ ഇന്ദ്രിയങ്ങളോ ഒന്നും നമ്മളല്ല. പിന്നെ എന്താണെന്നാ ശങ്കരാചാര്യ പറയാ? ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. മുമ്പ് പറഞ്ഞ ആ സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആ ശിവമാണ് ഞാൻ, ശിവമാണ് ഞാൻ എന്നാ പറയുന്നത്. ഈ മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? നമ്മുടെ സഹായം നമ്മൾ ചിന്തിക്കാതെ തന്നെ ചിന്തിക്കുന്നത് കാണാം. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കണ ഈ മൊമെന്റിൽ തന്നെ എന്തൊക്കെയോ ചിന്തിക്കണില്ലേ? നമ്മളല്ല അതൊന്നും ചിന്തിക്കണത്, മനസ്സ് തന്നെ അവിടെ ചിന്തിക്കുകയാണ്. ഒരു പ്രായമായ ആള് വീട്ടിലുണ്ടെങ്കിൽ ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പറയില്ലേ? എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയോ? എല്ലാം ഒന്നും ശ്രദ്ധിക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ പഴയ ഒരു വസ്തു നമ്മുടെ ഉള്ളിലുള്ള ഈ മനസ്സ്. ഈ മനസ്സ് പണ്ടത്തെ ഈ വാസനകളിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ? സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടുകൊണ്ടിരിക്കുക? അതുപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മളല്ല എന്നറിയണതാണ് ഏറ്റവും വലിയ ആവശ്യം. ഇതിനെ അടക്കാൻ അങ്ങോട്ട് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളല്ല എന്നറിഞ്ഞാൽ മാത്രം മതി. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയും, നച പ്രാണസപ്നോ നവൈ പഞ്ചവായോ നവാ സപ്തധാതുർനവാ പഞ്ചകോശ നവാക്പാണിപാദം നചോപസ്ഥപായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. 5 വായുക്കൾ, അതായത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ 5 വായുക്കൾ നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. അതായത് ഈ പ്രാണൻ ഉണ്ടല്ലോ, നമ്മൾ ശ്വാസം വിടുന്ന ഈ പ്രാണൻ തന്നെ പലതരത്തില് 5 ജോലികൾ ചെയ്യുമ്പോൾ അതിന് 5 പേരിൽ പറയണമെന്നേ ഉള്ളൂ. ഈ 5 പ്രാണനും ഞാനല്ല. സപ്തധാതു, അതായത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിങ്ങനെയുള്ള സപ്തധാതുക്കളും ഞാനല്ല. പഞ്ചകോശങ്ങളെ കുറിച്ച് പറയും, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെ 5 കോശങ്ങൾ, ഇതും ഞാനല്ല. വാക്, പാണി, പാദം എന്നൊക്കെ പറഞ്ഞിട്ട് വാക്ക്, കയ്യ്, കാല്, ഇതൊന്നും ഞാനല്ല. പിന്നെന്താണ്? ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദ രൂപമായ ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്ന് അനുഭവിക്കുന്ന ആ വസ്തുവാണ് ഞാൻ. പൂർണ്ണരാണ് നാം, പൂർണ്ണ വസ്തുവാണ് നാം. അങ്ങനെ അറിയണമെങ്കിൽ ഈ ശരീരത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ആത്മാവിന്റെ മണ്ഡലത്തിലേക്ക്, ആ സെന്ററിലേക്ക് പോകണം. രമണ മഹർഷിയോട് ഒരിക്കലും ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വാമി എന്താണ് അങ്ങയുടെ സെൻട്രൽ ടീച്ചിങ്? അപ്പോ രമണ മഹർഷി തിരിച്ചു പറയും, ദിസ് സെന്റർ ഈസ് മൈ സെൻട്രൽ ടീച്ചിങ്. അതായത് ഈ സെന്റർ, ഈ ഐ, ഈ ഞാൻ, അഹം എന്നൊക്കെയുള്ള ഈ സെന്ററാണ് എന്റെ സെൻട്രൽ ടീച്ചിങ്. നോക്കൂ, ലോകം മുഴുവനുള്ളത് ഈ വസ്തു തന്നെയാണ്. എന്റെ ഉള്ളിൽ ഏതൊരു ഞാനാണോ പ്രകാശിക്കുന്നത്, അതേ ഞാൻ തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരിലും ഉള്ളത്. അതേ ഞാൻ തന്നെയാണ് ഈ ലോകത്ത് മുഴുവനുള്ളത്. അതേ ഭഗവാൻ തന്നെയാണ്. ഭാഗവതത്തില് ഹിരണ്യകശിപുവിന്റെയും പ്രഹ്ലാദന്റെയും കഥ നമുക്കറിയാം. ഹിരണ്യകശിപു കാണുന്നത് ഈ ലോകത്തെ ലോകമായിട്ടാണ്, പക്ഷെ പ്രഹ്ലാദൻ കാണുന്നത് ഭഗവാനായിട്ടാണ്, ബോധമായിട്ടാണ്. പ്രഹ്ലാദനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കാണുന്നത് നാരായണനെയാണ്, തൂണിലും തുരുമ്പിലുള്ളത് നാരായണനാണ്. ഉപനിഷത്തിൽ, ഈശാവാസ്യ ഉപനിഷത്തിൽ പറയും, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്തിലെ ഓരോ കണികകളിലും ഉള്ളത് ഈശ്വരനാണ്. ബൃഹദാരണ്യകത്തിൽ പറയും, ഇതം സർവം യത് അയം ആത്മാ. ഇവിടെ എന്താണോ ഉള്ളത്, ലോകത്ത് എന്താണോ ഉള്ളത്, അതെല്ലാം ആത്മാവാണ്.
ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലിരുന്ന് ഈ ലോകത്തെ കാണുന്നത് ഭഗവാനാണ്. എന്നിലൂടെ ഈ പ്രഭാഷണം പറയണത് ഭഗവാനാണ്. നിങ്ങളിലൂടെ ഈ പ്രഭാഷണത്തെ കേൾക്കണത് ഭഗവാനാണ്. ഇതാണ് വേദാന്തത്തിന്റെ ഉപദേശം. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും, നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞതിനെ വീണ്ടും 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 ശങ്കരാചാര്യർ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ദ്വേഷരാഗവും, അതായത് രാഗം ദ്വേഷം, ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അറ്റാച്ച്മെന്റും അവേർഷനും, അതായത് ചില വസ്തുക്കളോട് നമുക്ക് ഒരു ആസക്തി ഉണ്ടാവും, ചിലതിനോടൊരു ദേഷ്യവും ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലെങ്കിൽ തന്നെ മനസ്സ് ശാന്തമാവും. മനസ്സിലിങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ പലതും വരും, പക്ഷെ ഈ മനസ്സ് ഞാനല്ല. ഈ ദ്വേഷരാഗങ്ങള്, കാമം, ദേഷ്യം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഇതൊന്നും ഞാനല്ല. ഇതൊക്കെ മനസ്സിന്റെ തോന്നലുകളാണ്, മനസ്സ് ഞാനല്ല. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരാൾ മനസ്സിനെ അടക്കണം എന്ന് പറഞ്ഞപ്പോ ശ്രീരാമകൃഷ്ണദേവൻ പറയണത് ഈ മനസ്സിനെ എനിക്ക് തന്നേക്കൂ എന്നാണ്. മനസ്സിനെ എനിക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു സമർപ്പിക്കൂ എന്നാണ് പറയണത്. അല്ലാതെ മനസ്സിനെ അടക്കാനായിട്ട് അദ്ദേഹം ഉപദേശം കൊടുക്കുകയല്ല തിരിച്ച് ചെയ്തത്. അങ്ങനെ ഉപദേശം കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ആ ശിഷ്യനോട് പറഞ്ഞത് ആ മനസ്സിനെ എനിക്ക് സമർപ്പിക്കൂ എന്നുള്ളതാണ്. എന്നിട്ട് ആ ശിഷ്യൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഉള്ളില് മോശം വിചാരങ്ങളും ചിന്തകളൊക്കെ വരാൻ തുടങ്ങിയപ്പം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്വാമി, എൻ്റെ ഉള്ളിൽ വീണ്ടും മോശം വിചാരങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അതിൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ മനസ്സിപ്പോ നിന്റെ അല്ല, ആ മനസ്സിപ്പോ എന്റെയാണ്. ആ മനസ്സിൽ എന്ത് വേണേ വന്നോട്ടെ, യാതൊരു കുഴപ്പവുമില്ല. അതിനെക്കുറിച്ച് നീ ബോധേടാവേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മളെ തന്നെ ഒരു ഗുരുവിലോ ഒരു ഈശ്വരനിലോ അമ്മയിലോ എവിടെയെങ്കിലും സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഭഗവാന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ഈ അഹങ്കാരത്തെ, നമ്മുടെ ഈ അഹംഭാവത്തെ, ഞാൻ എന്ന തോന്നലിനെ ഭഗവാന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ അഹങ്കാരത്തെ കളഞ്ഞിട്ട് അവിടെ ഭഗവാൻ തന്നെ പ്രകാശിക്കും. അടുത്ത ശ്ലോകത്തിൽ പറയും, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എനിക്ക് പുണ്യമില്ല, എനിക്ക് പാപമില്ല, എനിക്ക് സുഖദുഃഖാദികളില്ല, മന്ത്രം ഞാനല്ല, തീർത്ഥം ഞാനല്ല, വേദം ഞാനല്ല, യജ്ഞം ഞാനല്ല. നോക്കൂ, സുഖവും ദുഃഖവും ഒക്കെ മനസ്സിന്റെയാണ്. സുഖം എന്നുള്ളത് മനസ്സിന്റെ ഒരു ചിന്തയാണ്, ദുഃഖം എന്നുള്ളത് മനസ്സിന്റെ ഒരു ചിന്തയാണ്. ഇതൊന്നും ജ്ഞാനിയെ സംബന്ധിച്ചില്ല. ജ്ഞാനി അതിലൊന്നും ഇരിക്കണ ആളുമല്ല. അപ്പൊ ശങ്കരാചാര്യര് ജ്ഞാനിയായിട്ടാണ് ഇത് പറയണത്. നോക്കൂ, വേദം പോലും ഞാനല്ല എന്നാണ് പറയുന്നത്. കാരണം വേദം ആർക്കുള്ളതാണ്? യജ്ഞങ്ങൾ ആർക്കുള്ളതാണ്? നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശങ്കരാചാര്യരെ അല്ലെങ്കിൽ ജ്ഞാനികളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമേ ഇല്ല. ഓടിച്ചോടിച്ച് പോവാണത്. ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഇത് ഒരു ശ്ലോകം തന്നെ 1 മണിക്കൂർ പറയാനുള്ളതുണ്ട്. അപ്പൊ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. അടുത്ത 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നമർത്യോന്ന ശങ്ക നമേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയാം. കാരണം എനിക്ക് മരണമില്ല. മരണം എന്നുള്ളൊരു ശങ്കയെ എനിക്കില്ല. കാരണം ഞാൻ മരിക്കണ വസ്തുവല്ല. കാരണം മരണം എന്ന് പറയുന്നത് ഈ ശരീരത്തിനുള്ളതാണ്. ഭഗവാന് മരണമില്ല, ഈ ബോധത്തിന് മരണമില്ല. പരീക്ഷത്തിന് മരണഭയം വന്നപ്പോ ഭഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷത്തിന് മരണഭയം വന്നപ്പോ ഗുരുവിന്റെ അടുത്ത് ചെന്നു, ഒരാഴ്ച കൊണ്ട് ഈ ആത്മവിദ്യ അറിഞ്ഞു, തൃപ്തമായിട്ട് ശാന്തമായിട്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു. ഇത് ഭാഗവതത്തിന്റെ കഥ.
എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു കഥ ഞാൻ പെട്ടെന്ന് പറയാം. ഞാനൊരു മഹാത്മാവിന്റെ പ്രഭാഷണം കേൾക്കാൻ പോവാറുണ്ട്, സമയം കിട്ടുമ്പോ ഒക്കെ പോവാറുണ്ട്. അപ്പൊ ഒരു കുട്ടി എപ്പോഴും മുമ്പിൽ വന്നിരിക്കും. ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ആ കുട്ടി ഇരിക്കും. പെൺകുട്ടിയാണ്, ക്രിസ്ത്യൻ ആണ് ആ കുട്ടി. ക്രിസ്റ്റി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഒരു 10-25 വയസ്സേ ആ കുട്ടിക്കുള്ളൂ. ആ കുട്ടി വന്നിരിക്കും, കണ്ണടച്ച്, ചിലപ്പോൾ കണ്ണീരൊക്കെ വരുന്നതാണ് ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതാണ് ആ പ്രഭാഷണം കേട്ടിട്ട്. ശ്രദ്ധിക്കണം, ക്രിസ്ത്യൻ കുട്ടിയാണ്. ജാതി പറയണതല്ല, നമ്മുടെ ഈ ഇത്തരം വിഷയത്തിന്റെ പ്രാധാന്യം പറയണതാണ്. അപ്പൊ ഈ കുട്ടി വന്നിരുന്ന പ്രഭാഷണങ്ങൾ കേൾക്കും. അപ്പൊ ഈ ഇടയ്ക്ക് 2-3 സ്ഥലത്ത് ഈ കുട്ടിയെ കണ്ടില്ല, എല്ലാ സ്ഥലത്തും കാണണതാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു 2 ആഴ്ച മുമ്പ് ഈ കുട്ടിയെ വീണ്ടും കണ്ടു. കണ്ടപ്പോ ചോദിച്ചു, എന്താ ഇപ്പൊ കാണാറില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ശരീരത്തിന് തീരെ സുഖമില്ല. ശരീരത്തിന് തീരെ സുഖമില്ലെന്നാട്ടോ പറഞ്ഞേ, എനിക്ക് തീരെ സുഖമില്ലെന്നല്ല, ശരീരത്തിന് തീരെ സുഖമില്ല. ഞാൻ കൂടി വന്ന ഒരു 1-2 മാസം കൂടി ഇനി ജീവിച്ചിരിക്കുള്ളൂ. ഞാൻ ഇനി പ്രഭാഷണത്തിന് വരില്ല, കാരണം ആ കുട്ടിക്ക് വയറിന് ആമാശയത്തില് ക്യാൻസറോ അങ്ങനെ എന്തോ ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ്. പക്ഷെ നോക്കൂ, ആ സമയത്തും ആ കുട്ടി പൂർണ്ണ തൃപ്തയാണ്. മരണഭയം എന്ന് പറയണതേ ആ കുട്ടിയിലില്ല. ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്, വളരെ ചിരിച്ചുകൊണ്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. 1 ആഴ്ച മുമ്പ് ആ കുട്ടി ശരീരം ഉപേക്ഷിച്ചു. അപ്പോഴും അവിടുത്തെ സന്ദർഭം ഞാൻ കേൾക്കുകയുണ്ടായി. ആ ശരീരം ഉപേക്ഷിക്കണ സമയത്തും ആ കുട്ടി ഈശ്വരനാമം ജപിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. ആ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. ആ ലാസ്റ്റ് നിമിഷം സത്സംഗത്തിൽ കണ്ടപ്പോൾ ആ കുട്ടി മുമ്പിലൊന്നും അല്ല ഇരുന്നത്, പുറകിൽ കസേരയിൽ മാറിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സന്ദർഭത്തിലാണ് ഞാൻ എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ പറയണ സമയത്തും ഒരു ലേശം പോലും ഭയം, മരണഭയം, ഇവിടെ പറഞ്ഞ ആ ശങ്ക ആ കുട്ടിയിലേ ഇല്ലായിരുന്നു. ഇത്തരത്തിലുള്ള പവർ, ഇത്തരത്തിലുള്ള ഒരു ധൈര്യം, ഈ അഭയം എന്ന് പറയണത് ഈ വേദാന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈശ്വരനിലുള്ള ഭക്തിയിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയണ ന മൃത്യുർ ന ശങ്ക നമേ ജാതിഭേദ. ജാതിഭേദങ്ങളൊന്നും നമുക്കില്ല, എല്ലാം സമത്വമാണ്, എല്ലാവരും ഒരുപോലെയാണ്. പിതാനേ പിതാനൈവ മേനൈവ മാതാച്ച ജന്മ. എനിക്ക് ജന്മമില്ല, അച്ഛനില്ല, അമ്മയില്ല, ബന്ധുജനങ്ങളില്ല എന്ന് പറയണതിന്റെ അർത്ഥം എല്ലാവരും ഞാൻ തന്നെയാണ്. മുമ്പ് പറഞ്ഞ എന്റെ ഉള്ളിൽ ഏതൊരു വസ്തു ഉണ്ടോ അതേ വസ്തു തന്നെയാണ് നിങ്ങളും, അതേ ഭഗവത് സ്വരൂപം തന്നെയാണ് നിങ്ങളും. ശരീരം മാത്രമാണ് മാറണത്, ഉള്ളിലുള്ള ആ ബോധത്തിന് യാതൊരു മാറ്റവുമില്ല. ലാസ്റ്റ് ശ്ലോകം, അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം നചാസംഗതോ നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നിർവികൽപ്പം, അതായത് രണ്ട് രണ്ട് എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഭയം ഉണ്ടാവുക. അല്ലെ, ഹരിനാമകീർത്തനത്തിൽ പറയും, ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. അതായത് ഞാൻ വേറെയാണ്, ഭഗവാൻ വേറെയാണ് എന്നുള്ള ആ ദ്വൈതം മാറിയിട്ട് ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളില്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒരു പ്രത്യേക ഞാനില്ല എന്നറിയണതാണ് വേദാന്തം, എന്നറിയണതാണ് ആത്മവിദ്യ. ഇതാണ് അഭയം. ഇതിന് വേണ്ടത് രണ്ട് മാർഗങ്ങളാണ് ഭഗവാനിലേക്കുള്ളത്. ഒന്നുകിൽ ആത്മാന്വേഷണം, ആത്മവിചാരം, മുമ്പ് പറഞ്ഞ ഞാൻ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്ന് അനുസ്യൂതം ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയിൽ, ഗുരുവിൽ, ഈശ്വരനിൽ നമ്മളെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുക. ഈ രണ്ട് മാർഗങ്ങളാണ് ഭഗവാനിലേക്കുള്ളത്. അതായത് സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ കംപ്ലീറ്റ് സറണ്ടർ. അങ്ങനെ ഭഗവാനെ ഈ ഇവിടെ പറഞ്ഞ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് നമുക്ക് ആ സമയത്ത് മാത്രമാണ് അറിയാൻ സാധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനെ പൂർണ്ണമായിട്ടൊന്നും എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് പറയാൻ സാധിക്കണ വിഷയമല്ല. എന്തൊക്കെയോ ഓടിപ്പിടിച്ച ഒരു സൂപ്പർ ഫാസ്റ്റ് പോലെ ഇങ്ങനെ പോയി എന്നുള്ളതല്ലാതെ
എനിക്ക് തോന്നുന്നു ഇതിനെ ഇങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരു പ്രചോദനമായിട്ട് എടുത്തിട്ട് കൂടുതൽ കൂടുതൽ ഇതിനെ നല്ല നല്ല ആൾക്കാരുടെ കേൾക്കുക, മനനം ചെയ്യുക, നിധിധ്യാസനം ചെയ്യുക, എന്നിട്ട് ആ വസ്തുവിൽ ഇരിക്കുക. എല്ലാവർക്കും അതിനുള്ള ഭഗവാന്റെ അമ്മയുടെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഗുരുക്കന്മാരിൽ തന്നെ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.